ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയൊരു ഈവനിങ് തന്നെയാണ്. ഈവനിങ് റൊട്ടീനല്ല, കുറച്ച് ഗ്രോസറി വാങ്ങിക്കാൻ പോകണം, പിന്നെ കുറച്ച് ചെറിയൊരു കുക്കിംഗ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. മഴയുണ്ടോ? നമുക്കിവിടെയൊക്കെ ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി മുതൽ മഴയാണ്, നല്ല മഴ. ഇന്നലെയൊക്കെ ഫുൾ ടൈം മഴയായിരുന്നു. മുറ്റമൊക്കെ വെള്ളമായിരുന്നു, റോഡുകളൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. ഇന്നില്ല, ഇന്ന് കുറേ മാറ്റമുണ്ട്. ഇന്ന് അങ്ങനെ വലിയ രീതിയില്ല, എന്തെങ്കിലും ഒരു മൂടാപ്പാണ്. അതെന്താ പറയുക, വെളിച്ചമില്ല, ഒരു വെയിലങ്ങ് വന്നിട്ടില്ല. മോനെ ഉറക്കുക ചെറുത്, അതുകൊണ്ടാണ് കുറച്ച് സ്പേസ് കിട്ടിയത്. ഇൻട്രോ എടുക്കാമെന്ന് വെച്ചു. അവനൊന്നും സമ്മതിക്കില്ല, അവനുണ്ടെങ്കിൽ അന്ന് കണ്ടിട്ടുണ്ടാവല്ലോ, ഭയങ്കര കളിയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം റോട്ടും വന്ന് സൈക്കിളും, കുറേ കുട്ടികളുണ്ട് ഏരിയയിൽ. അപ്പോൾ സൺഡേ ആയാലും പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം സൈക്കിളും കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരും റോട്ടും വന്ന് ഇങ്ങനെ സൈക്കിൾ ഓടിക്കും. അവരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് കളിക്കുന്നു കുട്ടികൾ. ഇവിടെ സൈക്കിളുണ്ട് രണ്ടെണ്ണം. മോളുടെ സൈക്കിളുണ്ട്, അവൾ ഓടിക്കില്ല, അത് ചെറുതായിട്ടുണ്ട്. മോൻ്റെ ആണെങ്കിൽ വാങ്ങിച്ചിട്ട് അത്രേ ആയിട്ടുള്ളൂ. ഞങ്ങളെ വാങ്ങിച്ചു കൊടുത്തിരുന്നു. നോക്കുമ്പോൾ അതെന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ഇതുവരെ പിന്നെ നന്നാക്കിയിട്ടില്ല, കൊണ്ടുപോയിട്ടില്ല. കൂത്തുറമ്പോ അല്ലെങ്കിൽ അങ്ങനെയായിട്ട് കൊണ്ടുപോകണം, അതുകൊണ്ട് അവിടെ വെച്ചിട്ടുള്ളത്. നല്ലൊരു കാമായിട്ടുള്ള ഈവനിങ് ആണ് ഇന്നത്തേത്. അപ്പോൾ ഷോപ്പിൽ പോയി കുറച്ച് സാധനം വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മളോട് ഇപ്പം ഞാനായിട്ട് ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട് കുട്ടികൾ. അപ്പോൾ എന്തായാലും എൻ്റെ ബേക്കിൽ വരും, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കൂട്ടിയിട്ട് പോകാം. അവളുടെ മുടിയെല്ലാം വാർന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അതിൻ്റെ ഇടയിൽ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോണ്ടുന്നുണ്ടേനും. മുടി കെട്ടി വെക്കാൻ സമ്മതിക്കില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു മുടി കെട്ടിയാൽ വൃത്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മുടി അയച്ച് തന്നെ വാർന്നു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പീടികയിലേക്ക് പോകാൻ നോക്കുകയാണ്. എവിടെ പോന്ന്? ഞങ്ങൾ ട്രിപ്പ് പോക്കാണ് ഗൈസ് എന്ന് പറഞ്ഞു. മിന്നുവിനെ പറ്റിക്കലാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് പറ്റിക്കുന്നതാന്ന്, അവക്കറിയില്ല. ഇതൊക്കെ ഒരു എന്താ പറയുക, നിഷ്കളങ്കമായ ചില മൊമെൻറ്റ്സാണ്. അതിൻ്റെ ഇടയിൽ ഈ വെള്ളാന്തുള്ളി ഉണ്ടാവുമല്ലോ, പിന്നെ ഒരു ചെടിയുണ്ട് വെള്ളാന്തുള്ളിൻ്റെ. പണ്ടെല്ലാം നമ്മൾ സ്ലൈറ്റ് വാങ്ങിക്കാനൊക്കെ എടുക്കും. അതിന് ഒരു ചെറിയൊരു പൊട്ടാസ് പോലെ പൊട്ടിക്കുന്നൊരു സാധനമുണ്ട്. നമ്മളെല്ലാം ചെറുപ്പത്തിൽ പൊട്ടിച്ച് കളിച്ചിട്ടുണ്ട്. അപ്പോൾ മോൾ അതങ്ങനെ അവിടെ നിന്നൊക്കെ പറിച്ച് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒറ്റ ഓട്ടം റോട്ടുമ്പോഴേക്ക്. ഇവനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. അവൻ എപ്പോഴും അവൻ്റെതായൊരു ലോകത്താണ്. നമ്മളുടെ ലോകത്തൊന്നും അവൻ വരില്ല, അവൻ അവൻ്റെതായ ലോകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചെടി കാണാം നിങ്ങൾക്ക്. എന്ത് കണ്ടോ? ഈ ചെടി കണ്ടോ? നല്ല ഭംഗിയില്ല കാണാൻ. അവിടെ ഒരു വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. നല്ല ഭംഗി കണ്ടപ്പോൾ അതിൻ്റെ അടുത്തുനിന്നുള്ളൂ. അങ്ങനെ ആടിപ്പാടി നടക്കുവാണ്. ഇന്നലെ ഞാൻ ഷോപ്പിൽ പോകാൻ കഴിഞ്ഞു വൈകുന്നേരം. അപ്പോൾ ഒരു 5 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം മോള് കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട്, അപ്പം മോന് പറഞ്ഞു വൈകുന്നേരം. പിന്നെ യൂണിഫോം ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു പോകുമ്പോൾ എന്തായാലും കൂട്ടാമെന്ന് വിചാരിച്ചു. ഇത് ഈ ഒരാളെ കണ്ടോ അതിൻ്റെ ഇടയിൽ? അത് നമ്മുടെ അടുത്തൊക്കെ പണ്ടൊക്കെ മാക്സിയൊക്കെ കൊണ്ടുവരുന്ന ഒരാളാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് അയാൾ വരത്തില്ല, എന്തൊക്കെയോ സുഖമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾ എവിടെ നിന്നാണ് നൈറ്റി എടുക്കലെന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഷോപ്പിൽ പോയാൽ അങ്ങനെയൊക്കെ എടുക്കലാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരങ്ങ് പോയി. ഞങ്ങൾ അവിടെ ഷോപ്പിൽ അവിടെ എത്തി. അതിനിടയിൽ വാട്ടർ ബലൂൺ കണ്ടാൽ പിന്നെ പറയണ്ട, അത് കിട്ടിയേ അടങ്ങുള്ളൂ. പിന്നെ വാങ്ങിച്ചു കൊടുക്കല്ലാതെ വേറെ വഴിയില്ല. അത് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് എന്താ പറയുക, പൈപ്പിൽ നിന്ന് വെള്ളം നിറച്ച് മേത്തെറിഞ്ഞ് കളിക്കുക. വെള്ളമായിരിക്കും മുറ്റം നിറച്ചു, എന്നാലും വേറെ വഴിയില്ല. അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടേനു. പിന്നെ ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കേണ്ടതൊക്കെ വാങ്ങിച്ചു. മൈസൂർ പാക്ക് കണ്ടോ, അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ നേരെ അതിൻ്റെ ഇടയിൽ ആ കുട്ടി കളിക്കുന്നുണ്ടോ,
ആ ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് അതും ഇതും മറ്റേ എല്ലാം എടുത്ത് ഇങ്ങനെ കളിക്കുമായിരുന്നു. ഞാൻ കുറേ പറഞ്ഞടാ അടങ്ങി നിൽക്കടാ എവിടെ. എൻ്റെ വായിലെ വെള്ളം പറ്റിയത് മിച്ചം. വണ്ടി വരുന്നു എന്നാലും ഓനിക്കൊരു പേടിയില്ല, ഒറ്റ ഓട്ടം. ഞാൻ കുറേ പിടിച്ചു വെച്ച് അങ്ങനെയൊക്കെയാണ് എത്തിയത്. കുട്ടികളെയും കൊണ്ട് പോയാലുള്ള റിസ്ക്കാണിത്. പിന്നെ മാംഗോ ബാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാംഗോ ബാർ ഞാൻ ഷോപ്പിൽ പോയാൽ അങ്ങനെ വാങ്ങിക്കലുണ്ട്. അതും വാങ്ങിച്ച് ഞങ്ങൾ 3 പേരും അതും കഴിച്ചോണ്ട് ഇങ്ങനെ വരുക. അപ്പോൾ ഞാൻ വേഗം മുമ്പിലിങ്ങനെ നടന്നു. അവർ വരുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച് ഇങ്ങോട്ട് വാന്നിങ്ങനെ പറയുവാണ്. എനിക്ക് മാംഗോ ബാറിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഐസ്ക്രീമിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനത്തെ മാംഗോ ബാർ ഇഷ്ടമാണ്. ഫലൂദ അങ്ങനത്തേനോടൊന്നും എനിക്ക് പൊതുവെ താല്പര്യം കുറവാണ്. പിന്നെ വീട്ടിൽ വന്നു ആ വാട്ടർ ബലൂൺ വെച്ചിട്ട് ഒരു അപ്പുറത്തെ മോളുണ്ടായിരുന്നു. ആ മോളെയും കൂട്ടി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കളിക്കായിരുന്നു. അവിടെ വീട്ടിൻ്റെ മുറ്റോ അവിടെ കയറുന്നിടക്കെല്ലാം ഫുള്ള് വെള്ളമാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാനതെല്ലാം തുടച്ച് മാറ്റിയത്. കുട്ടികൾ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. സൺഡേ അല്ലേ, അവർ കളിക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ മോന് പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായി. പായസത്തിന് RKG ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. സേമിയ ആദ്യം വറുത്തെടുത്ത്. വറുത്ത സേമിയ ആണ് കിട്ടിയത്, എന്നാലും ഒന്ന് ചൂടാക്കി എടുത്ത്. എന്നാലും അതൊരു എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അങ്ങനെ അത് നല്ലോണം ഒന്ന് ചൂടാക്കി സെറ്റ് ചെയ്തു. പിന്നെ അതിൽ RKG ഒഴിച്ച് നമ്മളെ എന്താ പറയുക, അണ്ടി മുന്തിരിയൊക്കെ നല്ലോണം പഴിപ്പിച്ചെടുത്ത് പാലൊഴിച്ചു. പായസത്തിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അതൊക്കെ ഞാൻ സ്പീഡാക്കിയിട്ട് കാണിച്ചേക്കാണ്. ഇതൊക്കെ മുഴുവനായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ വീഡിയോ ഒരുപാട് വലുതായിപ്പോവും. ഈവനിങ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം ഇവർക്ക്. സൺഡേ സാറ്റർഡേ ഒക്കെ ആയാൽ ഒന്നെങ്കിൽ പായസം അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കലുണ്ട്. അധികം ഉണ്ടാക്കുക ഒന്നെങ്കിൽ പഴംപൊരി അങ്ങനെയൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ അവിടെ നിന്ന് ഷോ ഓഫ് കാണിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നു. അതിനിടയിൽ മോനങ്ങും ഇങ്ങും നടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അണ്ടിപ്പരിപ്പ് ഞാൻ അവിടെ ആക്കി വെച്ചതല്ല, ഏകദേശം ഓന് പകുതി തിന്ന് തീർത്തിട്ടുണ്ട് അതിൻ്റെ തിടുമ്പേക്ക്. അങ്ങനെ പാലൊക്കെ തിളച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലോണം തിളച്ച് സേമിയ അതിനകത്തേക്ക് തട്ടി നല്ലോണം ഇനി കുറേ നേരം മിക്സ് ചെയ്യൽ തന്നെ. നിങ്ങളിങ്ങനെ ഇതൊക്കെ ഒരു സിമ്പിളാണ് കേട്ടോ. ഇതെന്ത് സേമിയാണെന്നൊന്നും വിചാരിക്കണ്ട. അത് കുട്ടികൾക്ക് വേണ്ടി തൽക്കാലം ഒരു തട്ടിക്കൂട്ട് സേമിയാണ്. അതിൻ്റെ ഇടയിൽ ഉപ്പ മധുരക്കയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ അതെടുത്ത് അടുപ്പത്ത് വെച്ചു. ഉപ്പാക്ക് കാച്ചിലോ ഇങ്ങനത്തെ സാധനത്തിനോടെല്ലാം ഭയങ്കര താല്പര്യമാണ്. ഉപ്പാക്കും ഉമ്മാക്കും അതെ. എനിക്ക് അങ്ങനത്തേനോടൊന്നും പൊതുവേ താല്പര്യം കുറവാണ്. പായസം ഏകദേശം തിളച്ച് സെറ്റായി വരുന്നുണ്ട്. മോൻ അതിൻ്റെ അടുക്ക് വന്നിട്ട് ഉമ്മ പായസം ഉണ്ടാക്കലാന്നും പറഞ്ഞിട്ട് തുള്ളുന്നേനും. മോൻ കണ്ടിട്ടില്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഉമ്മ പായസം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് തുള്ളിക്കൊണ്ട് അങ്ങ് പോയി. എന്നിട്ട് ഞാനത് ഏകദേശം സെറ്റായി. മേടിൻ്റെ കുറച്ച് വയ്ക്കായിരുന്നു. ഞാനത് വാങ്ങിക്കാൻ വിട്ടുപോയി, മറന്നുപോയി. സാരല്ല, അവർക്ക് തട്ടിക്കൂട്ട് പായസമല്ല, തൽക്കാലം അങ്ങനെ മതിയെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ അത് കുറച്ചൊരു പാത്രത്തിൽ പാർന്ന് കിണ്ണത്തിലട വെച്ച് തണിച്ച് നല്ല രീതിയിൽ തണിഞ്ഞതിന് ശേഷം ഞാനത് കുട്ടിക്ക് ഒരാൾക്കും ഓരോ ഗ്ലാസ്സിൽ അങ്ങനെ ഒഴിച്ചങ്ങനെ കൊടുത്തു. എനിക്ക് വലിയ താല്പര്യമില്ല സേമിയ പായസത്തിനോട്. ഞാൻ കുടിച്ചിട്ടോ, ഞാനങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒരു സ്പൂണായിട്ടെടുത്ത് വായിൽ വെച്ചോക്കി. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ സേമിയ പായസം? ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഏകദേശം സമയം ഒരുപാടായി. ഇപ്പോൾ ഒരു 6 മണി ടൈം ആയിട്ടുണ്ട്. സന്ധ്യാസമയമായി. കുട്ടികളങ്ങനെ അതും എടുത്ത് എൻ്റെ മോന് ചെറുത് വന്നിട്ട് ഓനാണെങ്കിൽ ഒറ്റയ്ക്ക് കുടിക്കണം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓനും ഒരു ഗ്ലാസ്സിലവിടെ വെച്ചുകൊടുത്തു. ഓൻ ഒറ്റയ്ക്ക് തന്നെ ഞാൻ വായിൽ വെച്ചുകൊടുത്തതേ ഇല്ല. വായിൽ വെച്ചുകൊടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അതങ്ങനെ കൊടുത്തു. അവർ ഹാപ്പി. അവരവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ടേന്. അതിൻ്റെ ഇടയിൽ ആ കുട്ടികൾ എന്നും കളിച്ച് കഴിഞ്ഞിട്ടില്ല, സൈക്കിൾ ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുത്.
നിങ്ങളുടെ വീട്ടിലൊക്കെ വൈകുന്നേരം എന്താണ് നിങ്ങൾ സ്നാക്സ് ടൈമിന് ഉണ്ടാക്കലെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഒരുപാട് സമയമായി ഗൈസ്. ഓക്കെ ബൈ.